സുഹൃത്തുക്കളെ, നമ്മൾ കേരളത്തിലെ CPM-ലെ നേതാക്കന്മാരുടെ ആർഭാട ജീവിതത്തെക്കുറിച്ചും അവരുടെ ധൂർത്തിനെക്കുറിച്ചിട്ടുമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ആ ചർച്ചയുമൊക്കെ തന്നെ വളരെ ഉയർന്ന നിലവാരത്തിലാണ് നിൽക്കുന്നത്. പിണറായി വിജയൻ്റെ മകളുടെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെ ധൂർത്ത്, അല്ലെങ്കിൽ EP ജയരാജൻ്റെ ധൂർത്ത്, അങ്ങനെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുടെ ധൂർത്തിനെക്കുറിച്ചിട്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആർഭാടത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ മാത്രമല്ല ആർഭാടത്തിൻ്റെ കാര്യത്തിലും ധൂർത്തിൻ്റെ കാര്യത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്നത്. സംസ്ഥാന നേതാക്കന്മാരെ തോൽപ്പിക്കുന്ന നിലയിൽ ജില്ലാതലത്തിലുള്ള ചില നേതാക്കന്മാരും ധൂർത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ സംസ്ഥാന നേതാക്കന്മാരോട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണെന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സത്യത്തിൽ ഈ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ജീവിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരാണ് എന്നുള്ള നമ്മുടെ ധാരണ തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ പാർട്ടി വളർന്ന് ഈ പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ പോലും ആർഭാടത്തിൻ്റെ അത്യുന്നതങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് CN മോഹനൻ. അദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ്റെ കണ്ണിൽ ഉണ്ണിയാണ് അദ്ദേഹം, ബ്ലൂ ഐഡ് ബോയ് ആണ് CN മോഹനൻ. അദ്ദേഹം എറണാകുളം ജില്ല എന്ന് പറഞ്ഞ വ്യവസായ കേന്ദ്രത്തിലെ CPM-ൻ്റെ മുടിചൂടാ മന്നനാണ്, ഏക ഛത്രാധിപതിയാണ് CN മോഹനൻ. CN മോഹനൻ്റെ പറയുന്നതിനപ്പുറത്ത് എറണാകുളത്ത് ഒരു തരി മണ്ണ് അനങ്ങില്ല. നമുക്ക് എറണാകുളം ജില്ലയെക്കുറിച്ച് അറിയാമോ? എത്രയോ പതിറ്റാണ്ട് കാലം VS അച്യുതാനന്ദൻ്റെ സ്വാധീന ശക്തിയായി നിന്നിരുന്ന ആ എറണാകുളം ജില്ലയിൽ ഇന്ന് പിണറായി വിജയന് വേണ്ടിയിട്ടുള്ള എല്ലാ കരുക്കളും നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് CN മോഹനൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ മകൾ വന്ദന ഇംഗ്ലണ്ടിലെ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ബിരുദം നേടി എന്നും ആ ബിരുദം നേടിയ ബിരുദദാന ചടങ്ങിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി പോയതിൻ്റെ ഒരു ഫോട്ടോയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത്. ആ ഫേസ്ബുക്ക് ഇട്ടിരുന്ന ഫോട്ടോ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നു. ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോയിൽ നിൽക്കുന്നവർ കോടീശ്വരന്മാരാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവർക്ക് തെറ്റി. ഇത് പിണറായി വിജയൻ്റെ പാർട്ടിയിലെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CN മോഹനനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാണ്. CN മോഹനൻ്റെ മകൾ വന്ദനയുടെ ഇംഗ്ലണ്ടിലെ യോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കവേ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിട്ടു. സുഹൃത്തുക്കളെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് ലൈക്ക്, 1000-ലധികം ഷെയർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളത് ആ ഫോട്ടോ കാണുന്നുണ്ട്. അത് ഏതാണ്ട് ഒരു 5000-ലധികം ലൈക്കും ഏതാണ്ട് ഒരു 12,000-ലധികം ഷെയറുകൾ എന്നുള്ള നിലയിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനതിനകത്ത് 3-4 സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ആ ഫോട്ടോ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഫോട്ടോയിൽ CN മോഹനൻ കൊട്ടും സൂട്ടും ഒക്കെ ഇട്ട് നിൽപ്പുണ്ട്. CN മോഹനൻ്റെ പിന്നെ ഭാര്യ അവരിപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ആ ഫോട്ടോയെക്കുറിച്ചിട്ട് പരാമർശങ്ങളൊന്നും നടത്തുന്നില്ല. ആ ഫോട്ടോ നിങ്ങൾ കാണുക. ആ ഫോട്ടോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന തോന്നൽ എന്താണോ അതേ തോന്നൽ തന്നെയാണ് എനിക്കും ഉണ്ടാകുന്നത്. ഞാൻ ആ ഫോട്ടോയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഞാൻ CN മോഹനൻ്റെ വേഷഭൂഷാദികളെക്കുറിച്ചോ അല്ലെങ്കിൽ CN മോഹനൻ്റെ ഭാര്യയുടെ വേഷഭൂഷാദികളെക്കുറിച്ചോ ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു തീരുമാനത്തിലെത്തുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എനിക്കിവിടെ ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഈ CN മോഹനൻ ആളൊരു ചെറുകിടക്കാരനല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ CN മോഹനനുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് വന്ന ഒരു വിവാദവും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, 2017 നവംബർ 5-നാണ് CN മോഹനൻ്റെ മൂത്ത മകൾ ചാന്ദിനിയുടെ വിവാഹം എറണാകുളത്ത് വെച്ച് നടന്നത്. ആ വിവാഹം നടന്ന സമയത്ത് വലിയ വിവാദം അതുണ്ടാക്കിയിരുന്നു. അന്ന് 2017 അദ്ദേഹം ജില്ലാ സെക്രട്ടറി ഒന്നും ആയിരുന്നില്ല, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് വന്ന വാർത്തയിൽ പറയുന്നതാണ്, ആഡംബരം നിറഞ്ഞ വിവാഹവും പണമൊഴുക്കി നടത്തിയ വിവാഹ വിരുന്നുമാണ് മോഹനനെ വെട്ടിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു മോഹനൻ്റെ മകൾ ചാന്ദിനിയും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ്റെ മകനും തമ്മിലുള്ള വിവാഹം നടന്നത്. കൊച്ചിയിലും കോലഞ്ചേരിയിലും വെച്ചായിരുന്നു വിവാഹം. കൊച്ചിയിലും കോലഞ്ചേരിയിലും എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്ത് വെച്ചാണ് CN മോഹനൻ്റെ മകളുടെ വിവാഹം. ആരാണ് CN മോഹനൻ?
CN മോഹനൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന് CPM-ൻ്റെ നേതാവായി മാറിയ വേറെ ഒരു വരുമാനവും ഇല്ലാത്ത മോഹനനാണ് ഈ CN മോഹനൻ. CN മോഹനൻ്റെ മകളുടെ വിവാഹം കൊച്ചിയിലും കോലഞ്ചേരിയിലും വെച്ചായിരുന്നു എന്നാണ് ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ വിപ്ലവ പാർട്ടിയുടെ എറണാകുളത്തെ സമുന്നത നേതാവിൻ്റെ മകൾ ചാന്ദിനിയുടെ വിവാഹം. സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ അടക്കം 2000-ലേറെ പേർ പങ്കെടുത്ത വിവാഹ സൽക്കാരം. കടുത്ത പിണറായി പക്ഷക്കാരനായ മോഹനൻ്റെ മകളുടെ വിവാഹത്തിന് മുഖ്യമന്ത്രി കുടുംബസമേതം എത്തിയിരുന്നു. അപ്പോൾ 2 സ്ഥലത്ത് വെച്ചായിരുന്നു കല്യാണം. സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. 2000-ലേറെ പേർ പങ്കെടുത്തതായിരുന്നു കല്യാണം. എന്നിട്ട് അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ് നക്ഷത്ര ഹോട്ടലിൽ മദ്യസൽക്കാരം. ആ വാർത്ത ഇപ്പോഴും ഗൂഗിളിൽ കിടപ്പുണ്ട്. ആ വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യം ഇപ്പോൾ പറയുന്നത്. വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ട് ആ വാർത്ത ഇപ്പോഴും ഗൂഗിളിൽ കിടക്കുകയാണ്. കോലഞ്ചേരിയിലെ ആർഭാട സൽക്കാരം കൂടാതെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മദ്യസൽക്കാരവും സംഘടിപ്പിച്ചിരുന്നു. കോലഞ്ചേരിയിലെ ആർഭാട സൽക്കാരം കൂടാതെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മദ്യസൽക്കാരവും സംഘടിപ്പിച്ചിരുന്നു. കൊച്ചി മരടിലെ നക്ഷത്ര ഹോട്ടലിലായിരുന്നു വരൻ്റെ കുടുംബത്തിൻ്റെ വക രാത്രി വിരുന്ന്. ഈ കോക്ടെയിൽ പാർട്ടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം ഏതാണ്ട് 300ഓളമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാവിൻ്റെ മകളുടെ കല്യാണം കൊച്ചിയിലും കോലഞ്ചേരിയിലും വെച്ച് നടത്തുന്നു. ഒരു കോളേജിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്നു. 2000-ലധികം പേർ അതിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ മദ്യസൽക്കാരം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചായിരുന്നു. അത് മരടിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ വെച്ചായിരുന്നു. ഈ കോക്ടെയിൽ പാർട്ടിയിൽ ഏതാണ്ട് 300ഓളം പേർ പങ്കെടുത്തു. CPM വളരുന്നു എന്നുള്ളതിന് വല്ല സംശയമുണ്ടോ സുഹൃത്തുക്കളെ? ഇത് യഥാർത്ഥത്തിൽ നടന്നതെന്ന 2017-ലാണ്, 7 വർഷം മുമ്പാണ്. അപ്പോൾ 7 വർഷം കൊണ്ട് CN മോഹനൻ എന്തുമാത്രം വളർന്നു പടർന്നു പന്തലിച്ച് കാണും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് CN മോഹനൻ ജില്ലാ സെക്രട്ടറി ഒന്നും ആയിരുന്നില്ല, ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ എന്തുമാത്രം വളർന്നു വലുതായി കാണും. അപ്പോൾ CN മോഹനൻ ഇപ്പോൾ പറയുന്ന എന്താണ്, തൻ്റെ മകൾ ഇംഗ്ലണ്ടിലെ യോർക്ക് യൂണിവേഴ്സിറ്റി ഓഫ് യോർക്കിൽ നിന്ന് ബിരുദം വാങ്ങിയിരിക്കുന്നു. അദ്ദേഹം അവിടെ ഇട്ടിരിക്കുന്ന വേഷഭൂഷാദികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഭാര്യയുടെയും ഇദ്ദേഹത്തിൻ്റെയൊക്കെ, ഞാനതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ നിലവാരം എന്താണെന്ന്. 2006-ൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ മൂത്ത മകൻ ബിനോയ് കോടിയേരിയുടെ ഒരു ആർഭാട വിവാഹം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അവിടെ സർവ്വവേഷഭൂഷാദി മുകളോടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദി കോടിയേരി ബാലകൃഷ്ണൻ എങ്ങനെ നിന്നോ ഏതാണ്ട് അതിനടുത്ത് വരെയൊക്കെ വരും. അത്രയും എത്താൻ ഈ CN മോഹനൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും CN മോഹൻ്റെ ഭാര്യ ഒരു ചെറിയൊരു മത്സരം വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിത് വായിച്ചാൽ മനസ്സിലാവും. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വിദേശ സർവകലാശാലകളെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുകയാണല്ലോ. അപ്പോൾ ചില മണ്ടന്മാർ പൊട്ടന്മാർ ഒരു 5 DYFIക്കാർ അവിടെ വെടികൊണ്ട് മരിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ചില പൊട്ടന്മാരൊക്കെ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നുണ്ട്. എന്നെ പോലുള്ളവരൊക്കെ അവിടെ പുഷ്പൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ പതിറ്റാണ്ടുകളായി മൃതപ്രായനായി കിടക്കുന്നവരെ കുറിച്ചിട്ടൊക്കെ എന്നെ പോലുള്ള ചില മണ്ടന്മാരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതുന്നുണ്ട്. നമുക്കതൊക്കെ മറന്നു കളയാം. എന്തായാലും CN മോഹൻ എന്ന് പറഞ്ഞ തൊഴിലാളി നേതാവിൻ്റെ മകൾ ഇംഗ്ലണ്ടിൽ നിന്ന് ബിരുദം വാങ്ങിയിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെക്കുറിച്ച് ആലോചിക്കുന്ന മണ്ടത്തരല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് നമുക്ക് അവരെക്കുറിച്ചിട്ട് മറക്കാം. പക്ഷേ എനിക്ക് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ചോദിക്കാനുള്ള രണ്ട് ചോദ്യം, CN മോഹനന് വേറെ വരുമാനമൊന്നുള്ളതായിട്ട് എനിക്കറിവില്ല. CN മോഹനൻ്റെ ഭാര്യയ്ക്ക് ചിലപ്പം പാർട്ടി ഇടപെട്ടിട്ട് ഏതെങ്കിലും സഹകരണ ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി മേടിച്ച് കൊടുത്തിട്ടുണ്ടാവാം. എനിക്ക് CN മോഹനോട് ചോദിക്കാനുള്ള 2 ചോദ്യമാണ് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ്. തൻ്റെ മകളെ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ വേണ്ടി എത്ര ലക്ഷം രൂപ CN മോഹനൻ ചെലവഴിച്ചു? ആ രൂപകളെല്ലാം CN മോഹനന് എവിടെ നിന്നാണ് ലഭിച്ചത്? അതിൻ്റെ സോഴ്സ് എന്താണ്? അതൊന്ന് വെളിപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 പേരും കൂടി ഇംഗ്ലണ്ടിലേക്ക് പോവുകയും വരികയും ചെയ്തു. അതിനും നല്ല തുക യാത്രാക്കൂലി ചെലവഴിച്ചപ്പെട്ടിട്ടുണ്ടാവും. ആ പണം ആരാണ് ചെലവഴിച്ചത്, എങ്ങനെയാണ് ചെലവഴിച്ചത്, അതിൻ്റെ സ്രോതസ് എന്താണ് എന്നുകൂടി എനിക്ക് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഈ 2 ചോദ്യങ്ങൾ എനിക്കൊന്ന് മറുപടി കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും CPM എന്ന് പറഞ്ഞ പാർട്ടി വളരുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CN മോഹനന്മാർ ഒരുപാട് പേരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടീശ്വരന്മാർ പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ മാത്രമല്ല ജില്ലാതലത്തിലും ഈ പാർട്ടിയുടെ വളർച്ച, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടിയുടെ വളർച്ച ജില്ലാതലത്തിലും കോടീശ്വരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ
പുതിയ ഒരധ്യായമാണ് സി എൻ മോഹനൻ ഇപ്പം തുറന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഒരുപക്ഷെ പുതിയ പുതിയ കോടീശ്വരന്മാരുടെ വിവരങ്ങളൊക്കെ പുറത്ത് വന്നേക്കാൻ ഇടയുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ഈ 2 ചോദ്യങ്ങൾക്ക് സി എൻ മോഹനൻ ഒന്ന് മറുപടി നൽകണം എന്നാണ് ഞാൻ പറയുന്നത്. തൽക്കാലം നമുക്ക് കൂത്തുപറമ്പിൽ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ള സമരത്തിൽ മരിച്ച 5 ധീര രക്തസാക്ഷികളെക്കുറിച്ചിട്ടുള്ള കാര്യവും നമുക്ക് മറക്കാം സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അന്ന് വെടികൊണ്ടിട്ട് അനങ്ങാൻ വയ്യാതെ 2 പതിറ്റാണ്ട് കാലങ്ങളായി കിടക്കുന്ന സഖാവ് പുഷ്പനെയും ഈ അവസരത്തിൽ നമുക്ക് തീർത്തും മറക്കാം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.